നമസ്കാരം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ജെഡിയു അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ദില്ലിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പാർട്ടി ഐക്യകണ്ഠേന ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ബീഹാറിൽ ജെഡിയുവിന്റെ സഖ്യകക്ഷിയായ ലാലു പ്രസാദ് യാദവിന്റെ RJDയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ഒരു ആരോപണം അത് മുൻ അധ്യക്ഷനായ ലാലൻ സിംഗിനെതിരെ ഉയർന്നിരുന്നു. ഈ ആരോപണമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനചലനത്തിന് വഴിവെച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും BJPയുമായി ജെഡിയു വീണ്ടും സഖ്യത്തിൽ ഏർപ്പെടാൻ തന്നെയാണ് നിതീഷിന്റെ നീക്കമെന്നും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുത്തത് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്നാൽ നിതീഷ് കുമാറിന് പ്രതിപക്ഷ മുന്നണിയായ INDA സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നാണ് ആഗ്രഹമെന്നും അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ അധ്യക്ഷനാക്കിയത് എന്നുമാണ് ജെഡിയുവിന്റെ ജനറൽ സെക്രട്ടറിയായ ധനഞ്ജയ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിതീഷ് കുമാറിന്റെ ഒരു നീക്കം വ്യക്തമാണ്. കാരണം ജെഡിയു എന്ന പാർട്ടിയുടെ പൂർണ്ണമായ നിയന്ത്രണം തന്റെ കൈക്കുള്ളിൽ തന്നെ നിർത്തുക, അഥവാ INDA സഖ്യത്തിനുള്ളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചില്ല എങ്കിൽ തീർച്ചയായും മോദി പാളയത്തിലേക്ക് എത്തുന്നതിൽ ഒരു മടിയും നിതീഷ് കുമാറിന് ഉണ്ടാവില്ല എന്നുകൂടി ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അഭ്യൂഹങ്ങൾക്ക് ചൂട് പിടിക്കുകയാണ്. വീണ്ടും ജെഡിയുവിന്റെ തലപ്പത്തേക്ക് നിതീഷ് കുമാർ എത്തുമ്പോൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.